നിയമസഭാ തെരഞ്ഞെടുപ്പ് കാലത്തെ പടലപ്പിണക്കങ്ങളും വാദപ്രതിവാദങ്ങളും ഒക്കെ തന്നെയാണ് കഴിഞ്ഞ ദിവസങ്ങളിലായി പാലക്കാട് കാണാനായത്. കുറച്ചു കാലമായി അന്തരീക്ഷത്തിലുണ്ടായിരുന്ന പി.കെ. ശശിയുടെ പടനീക്കത്തിന് അവസാനം തീരുമാനമായിരിക്കുന്നു. പാലക്കാട്ടെ CPI-നെ സംബന്ധിച്ചിടത്തോളം പാർട്ടിയെ വെല്ലുവിളിച്ച് നേതാക്കൾ പുറത്തുപോകുന്ന കാഴ്ച ഇതാദ്യമൊന്നുമല്ല. എന്നാൽ വിമതരെ ഏകോപിപ്പിച്ചുകൊണ്ടുള്ള ശശി രൂപീകരിച്ച പുതിയ സംഘടന CPI-ന്റെ വോട്ട് ബാങ്കിൽ വിള്ളൽ ഉണ്ടാക്കുമോ എന്നതാണ് ഇപ്പോഴത്തെ ചർച്ചാ വിഷയം. പാലക്കാട്ടെ നാട്ടുകാരോട് തന്നെ നമുക്കത് ചോദിച്ചറിയാം. പാലക്കാട്ടെ CPM-നെ ഒരു കാലത്ത് നയിച്ചിരുന്ന നേതാവായിരുന്നു പി.കെ. ശശി. എന്നാൽ ഇന്ന് CPM-നൊപ്പം പി.കെ. ശശി ഇല്ല. വിമത കൺവെൻഷനിൽ പങ്കെടുത്തതിന് പിന്നാലെ CPM പി.കെ. ശശിയെ പുറത്താക്കിയിരിക്കുകയാണ്. പി.കെ. ശശി പുറത്തുപോയത് CPM-ന് ക്ഷീണമാകുമോ എന്ന് പാലക്കാട്ടുകാരോട് തന്നെ നമുക്ക് ചോദിക്കാം. ഒരു തിരിച്ചടിയാവും? ഒരിക്കലുമില്ല. എന്ത് തിരിച്ചടി? ആളാരാണ്? ആളൊരു അനുഭാവി മാത്രമാണല്ലോ, അല്ലാണ്ട് പ്രത്യേകിച്ച് സ്ഥാനങ്ങളൊന്നുമില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഒരു ഇതുമില്ല, ജനങ്ങളാണല്ലോ മറ്റുള്ളവരൊക്കെ തീരുമാനിക്കും. പാർട്ടിക്ക് തിരിച്ചടിയൊന്നും ആകില്ല. പക്ഷേ പാർട്ടിയിലെ സഖാക്കൾ ഇങ്ങനെ വിട്ടുപോകുന്നതിൽ വിഷമമുണ്ട്. അത് പാർട്ടി ചർച്ച ചെയ്ത് പരിഹരിക്കും, അതാ പറയാനുള്ളത്. കാരണം ദീർഘകാലം CPM-ൻ്റെ കൂടെ നിന്നതാണ്. അപ്പോൾ ചെറിയ ചെറിയ പ്രശ്നത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് മാറാനും മാറ്റാനൊക്കെ കാരണമുണ്ടായത്. അതൊക്കെ പരിഹരിക്കും, പാർട്ടി പരിഹരിച്ചിട്ടുള്ള പാർട്ടിയാണ് CPM. ഇല്ല, അതൊക്കെ കരുവേപ്പില വരെയുള്ള കണക്കാക്കാൻ പറ്റുള്ളൂ. പി.കെ. ശശിയൊക്കെ അത്രയ്ക്കുള്ളൊരു വിലയുള്ളൂ. ഒരു ക്ഷീണമാവില്ല. അവർ ചെയ്ത കുറ്റമാണല്ലോ അത് അവരെ പുറത്താക്കാൻ കാരണം, അല്ലാതെ പാർട്ടി നിലപാടല്ല. എന്തായാലും ഒരു CPM-ന് ഒരു ബുദ്ധിമുട്ടും വരില്ല. ക്ഷീണമാകുമെന്ന് വെച്ചാൽ ക്ഷീണമാകൂല. എന്നുവെച്ചാൽ മൂപ്പൻ്റെ ഇത് അങ്ങനെ കാരണം കൊണ്ട് അല്പമൊന്നും ഇല്ല. രാഷ്ട്രീയ തലത്തിൽ നോക്കുകയാണെങ്കിൽ മുൻ CPM-ന് വേണ്ടിയിട്ട് ഒരുപാട് ഇതായ ആളാണല്ലോ ശശി. അപ്പോൾ അതന്നെ എന്താണെന്നുള്ളത് വരും കാല രാഷ്ട്രീയത്തിൽ നമുക്ക് അറിയാൻ പറ്റുള്ളൂ എന്താണെന്നുള്ളത്. ഇപ്പോൾ ഇലക്ഷനിൽ നമുക്ക് അറിയാൻ പറ്റും. എന്താ വെച്ചാൽ ആള് കുറേ വർഷം MLA ആയിരുന്ന ഒരാളല്ലേ. ആ പാർട്ടിയിൽ നല്ല സ്വാധീനമുള്ള ആളാണ്. ആ മേഖലയിൽ ഷൊർണൂർ ഒറ്റപ്പാലം ഭാഗത്തൊക്കെ ആളവിടെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് CPM-നെതിരെ മത്സരിച്ച് കഴിഞ്ഞാൽ CPM-ന് അതുപോലെ ദോഷമായിരിക്കും. എന്ത് ബാധിക്കാനുള്ളത്? അയാൾ ആദ്യം പുറത്താക്കണ്ടായിരുന്നു. പിന്നെ എന്ത് പ്രശ്നങ്ങൾ വന്ന കാരണം കൊണ്ട് ഇപ്പോൾ പുറത്താക്കി. കൂടുതൽ പ്രശ്നങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ അയാളെ പുറത്താക്കുകയാണ് നല്ലത്. ശശിയെ CPM പുറത്താക്കിയത് യാതൊരു വിധത്തിലും പാർട്ടിയെ ബാധിക്കില്ല എന്ന് തന്നെയാണ് ഭൂരിഭാഗം നാട്ടുകാരും അഭിപ്രായപ്പെടുന്നത്. ക്യാമറമാൻ രമേശ് റാമിനൊപ്പം സച്ചിൻ വള്ളിക്കാട്, ന്യൂസ് മലയാളം.